വാഗമൺ യാത്രയിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ചില സുന്ദരമായ സ്ഥലങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. വാഗമണ്ണിലെ പ്രസിദ്ധമായ മൊട്ടക്കുന്ന്, പൈൻ ഫോറസ്റ്റ് കൂടാതെ ജീപ്പ് സഫാരി ചെയ്ത് ഓഫ് റോഡിങ്ങിലൂടെ മാത്രം എത്തിച്ചേരാവുന്ന ചില പോയിന്റ്സ് ഉണ്ട്. കോട്ടമല, ഇടുക്കി ഡാം റിസർവോയർ വ്യൂ പോയിന്റ്, വെള്ളാരം ചുറ്റ ടണൽ, കപ്പക്കാനം വെള്ളച്ചാട്ടം, സൂയിസൈഡ് പോയിന്റ് തുടങ്ങിയ സ്ഥലങ്ങളുടെ കാഴ്ചകളിലൂടെ നമുക്കൊന്ന് പോയി വരാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വാഗമൺ എത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം ഞങ്ങൾ ആദ്യം പോയത് വാഗമൺ മെഡോസ് അഥവാ മൊട്ടക്കുന്ന് കാണാനായിട്ടായിരുന്നു. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ വന്നത് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കണം കാർ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യം കിട്ടി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല തിരക്കുള്ള ഒരു സ്പോട്ടാണ്. മുതിർന്നവർക്ക് 25 രൂപയും 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ പ്ലാസ്റ്റിക്കും മദ്യപാനവും പുകവലിയും ഒക്കെ നിരോധിച്ചിട്ടുള്ള ഒരു മേഖലയാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നീലാകാശവും അതിൽ പഞ്ഞിക്കെട്ട് പോലുള്ള വെള്ള മേഘങ്ങളും താഴെ പച്ച വിരിച്ച കുന്നുകളും കൂടി ചേർന്ന് നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഈ കാഴ്ച തന്നെ നമ്മുടെ മനസ്സ് നിറയ്ക്കും. ഇവിടെ റോപ്പ് സൈക്ലിങ്ങും സിപ്പ് ലൈനും പോലത്തെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. എന്നാൽ ഇപ്രാവശ്യത്തെ നമ്മുടെ ട്രിപ്പിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസും ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. തറയോടൊക്കെ പാകിയിട്ട് നല്ല രീതിയിൽ ഒരു നടപ്പാത അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് പുല്ല് മേയാൻ വരുന്ന പശുക്കളുടെ സംഭാവനയാട്ടോ താഴെ കാണുന്നത്. പക്ഷെ അവിടെ ഒരു ചേച്ചി വന്ന് അപ്പൊ തന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ടായിരുന്നു. ഒരു വലിയ പ്രദേശത്ത് കുറേയേറെ കുഞ്ഞു കുഞ്ഞു മെഡോസ്, അതായത് പുൽമേടുകൾ ഇങ്ങനെ പടർന്നു കിടക്കുന്നുണ്ട്. അതാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ കുന്നുകളുടെ ഭംഗി കാരണം തന്നെ ഒരുപാട് തരത്തിലുള്ള ഷൂട്ടിങ്ങുകൾ ഇവിടെ നടത്താറുണ്ട്. വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്സും ആൽബവും സിനിമകളും ഒക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചാർജൊക്കെ പുറത്ത് അവരവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ഒരുപാട് വരികയും ചവിട്ടി നടക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻട്രൻസിന്റെ അടുത്തുള്ള കുന്നുകളിലൊക്കെ പുല്ല് വളരെ കുറവാണ്. പക്ഷെ ദൂരേക്ക് നോക്കുമ്പോൾ ബാക്കിയുള്ള കുന്നുകളിലൊക്കെ നിറച്ച് പുല്ല് പിടിച്ച് കിടപ്പുണ്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ മൊട്ടക്കുന്ന്. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വെയിലൊന്നും ഇല്ലാണ്ട് ചെറിയ കോടമഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വാഗമൺ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഭംഗിയാർന്ന മൊട്ടക്കുന്നുകളിൽ എത്തിച്ചേരാനായിട്ട്. പിന്നെ ഇവിടെ വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ല മഴയുള്ള സമയത്തോ ഇടിമിന്നലൊക്കെ ഉള്ള സമയത്തോ നമ്മളിവിടെ വരുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഇത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണല്ലോ, വേറെ മരങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ എൻട്രൻസിൽ തന്നെ കയറി വരുമ്പോൾ അതിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. അവരങ്ങനെയുള്ള സമയത്ത് ഇവിടെ ആളുകളെ അലോ ചെയ്യാറില്ല. ഞങ്ങൾ പിന്നെ താഴേക്ക് ഇറങ്ങിയ ശേഷമാണ് കുറച്ച് വെയിലൊക്കെ വന്നത്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. വാഗമണിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നായ പൈൻ ഫോറസ്റ്റ് കാണാനായിരുന്നു നെക്സ്റ്റ് ഞങ്ങൾ പോയത്. വാഗമൺ ടൗണിൽ നിന്നും ഏലപ്പാറ റൂട്ടിൽ ഏകദേശം ഒരു 5.5 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൈൻ ഫോറസ്റ്റിൽ എത്തിച്ചേരാനാകും. രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രക്കിംഗ് പാക്കേജ് ഒക്കെ അവൈലബിൾ ആണെന്ന് ഇവിടെ അവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കോട്ടയം ഫോറസ്റ്റ് ഡിവിഷൻ എരുമേലി റേഞ്ചിന്റെ കീഴിൽ വരുന്ന ഈ ഒരു പ്രദേശത്ത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബോർഡുകൾ പല സ്ഥലത്തായിട്ട് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈൻ വാലിയുടെ ഉള്ളിലെ സുന്ദരമായ കാഴ്ചകളിലേക്ക് പോകാം. ഈവൻ നമ്മളൊരു ഉച്ച സമയത്ത് വന്നാൽ പോലും ഇവിടെ ഒരു തണുപ്പും തണലും കാറ്റും ഒക്കെയാണ്. പൈനിലകൾക്കിടയിലൂടെ ഇങ്ങനെ സൂര്യപ്രകാശം അരിച്ചിറങ്ങി വരുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ കാണുന്ന പൈൻ മരങ്ങളൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ വെച്ച് പിടിപ്പിച്ചതാണ്. എന്നിരുന്നാലും ഇന്ന് നമ്മുടെ വാഗമണിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് ഈ സുന്ദരമായ പൈൻ വാലി.
വാഗമണ്ണ് ആസ്വദിക്കാനായി വരുന്ന ഒരാള് പോലും ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യാനേ പാടില്ല. കാരണം ഇതിനകത്തൂടെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്. ഈ മരത്തിന്റെ ഉപയോഗത്തെ പറ്റി പറഞ്ഞാൽ കൊമേഴ്ഷ്യലി നമുക്ക് പറയാം, ഇത് ഉപയോഗിച്ചിട്ട് ഫർണിച്ചേഴ്സും ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും റെസിൻ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിലുപരി ഒരുപാട് പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും മികച്ച ഒരു ഹാബിറ്റേറ്റ് ഒരുക്കുന്നുണ്ട് നമ്മുടെ ഈ പൈൻ ഫോറസ്റ്റ്. കൂടാതെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടല്ലോ, അത് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്തുകൊണ്ട് നമ്മുടെ എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇവരൊത്തിരി സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ആഴമേറിയ അതിന്റെ റൂട്ട് സിസ്റ്റം കാരണം മണ്ണൊലിപ്പ് തടയാനും സോയിൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. ഈ മരത്തിൽ നിന്ന് വീഴുന്ന ഉണങ്ങിയ ഇലകളാട്ടോ ഈ താഴെ മുഴുവനായിട്ട് വീണ് കിടക്കുന്നത്. തന്നിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചക്കാരനെ പോലും ഈ പൈൻ ഫോറസ്റ്റ് നിരാശനാക്കി വിടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വഴിയോരത്തൊക്കെയും ഒരുപാട് കടകളുണ്ട്. അവിടെ നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും വാഗമൺ സ്പെഷ്യൽ ആയിട്ടുള്ള ചായപ്പൊടിയും കോഫിപ്പൊടി അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ടോയ്സും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കേശൂട്ടനാണെങ്കിൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഏതൊക്കെയോ ടോയ്സ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എന്തോ ഭാഗ്യത്തിന് ആ ലിസ്റ്റൊക്കെ പുള്ളിക്കാരൻ മറന്നുപോയി. പിന്നെ പാവം തോന്നിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്നോ ഒരു ബബിള് മേടിച്ചു കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ സെറ്റിലായി. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് സ്റ്റേ ചെയ്യാനായിട്ട് ബുക്ക് ചെയ്തിരുന്ന മോണ്ടിക്കിൾ ഗ്ലാംസ് എന്ന് പറയുന്ന റിസോർട്ടിലേക്കായിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഒരു ജീപ്പ് സഫാരിക്കാണ് പോയത്. നമ്മുടെ വാഗമൺ ടൗണിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് ജീപ്പ് സഫാരി സർവീസുകൾ അവൈലബിൾ ആണ്. ഒറ്റ ട്രിപ്പില് അവർ 6 പേരെയാണ് അലോ ചെയ്യുന്നത്. ഇതിനായിട്ട് 2000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. എത്ര ആള് കുറവായിരുന്നാലും ഇതേ സെയിം റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. 2.5 മണിക്കൂറാണ് ഈ ഒരു യാത്രയുടെ ദൈർഘ്യം വരുന്നത്. നമ്മുടെ ജീപ്പ് സഫാരിയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കോട്ടമല വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോഴേക്കും അവിടെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പോയത് ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും അത്യാവശ്യം നല്ലൊരു ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സും സർബത്തും ഉപ്പിലിട്ടതും ഒക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു കട അവിടെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇയോബിന്റെ പുസ്തകം സിനിമയുണ്ടല്ലോ, അതിവിടെ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നു എന്ന് നമ്മുടെ ഡ്രൈവർ ഏട്ടൻ പറഞ്ഞു. ചുറ്റിലും നോക്കിയാല് നമുക്ക് കാണാൻ സാധിക്കും കുറെ പുൽമേടുകളും കുഞ്ഞു കുഞ്ഞു മലനിരകളും തേയില കൃഷിയും ഒക്കെ ആയിട്ട് വാഗമണ്ണിന്റെ ഒരു ടോട്ടൽ ബ്യൂട്ടിയുടെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ച പോലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മുടെ ഈ കോട്ടമല വ്യൂ പോയിന്റ്. രണ്ടാമത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും ഒരു ഓഫ് റോഡിങ്ങിലേക്ക് പോകുന്നത്. പുറമെയുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാലേ നല്ല ഭംഗിയായിട്ടോ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. മുറുക്കി പിടിച്ചിരിക്കാനായിട്ട് ഡ്രൈവറായിട്ട് വെറുതെ അല്ലാട്ടോ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ജീപ്പ് സഫാരിയിലൂടെ കിട്ടും. നമ്മളിങ്ങനെ ജീപ്പിനകത്ത് കയറി കൂലിങ്ങും മറിഞ്ഞൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. ശരിക്കും മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് ഇവിടെ. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും നല്ലൊരു ചാറ്റൽ മഴ പെയ്തു. അത് ഞങ്ങളുടെ അനുഭവത്തെ ഒന്നുകൂടെ മികച്ചതാക്കി മാറ്റി. ഇടുക്കി ഡാം റിസർവോയറിന്റെ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ചെറുതോണി ഡാമിന്റെയും കുളമാവ് ഡാമിന്റെയും ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വിസിബിൾ ആണ്. വൈശാലി സിനിമ ഷൂട്ട് ചെയ്ത ഒരു മലയുണ്ട് ഈ ഭാഗത്തായിട്ട്. ഇടയ്ക്ക് ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്നതാണ് പറഞ്ഞു കേട്ടത്. ഒരു ആർട്ടിസ്റ്റ് തന്റെ ക്യാൻവാസിൽ പകർത്തിയ മികച്ച ഒരു ചിത്രമായിട്ടാണ് ഇവിടെ കണ്ട കാഴ്ചകൾ എന്റെ ഉള്ളിലേക്ക് രജിസ്റ്റർ ആയത്. സത്യം പറയാലോ, മികച്ച ഒരു ദൃശ്യാനുഭവം തന്നെയായിരുന്നു. അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയി കഴിഞ്ഞു കേശൂട്ടൻ. നമ്മുടെ ഈ ജീപ്പ് സഫാരിയെ സംബന്ധിച്ച് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് 3ാമത്തെയും 4ാമത്തെയും സ്പോട്ട് ഒന്നിച്ചാണ്. അതായത് വെള്ളാരഞ്ചിറ്റ ടണലും ഈ കപ്പക്കാനം വെള്ളച്ചാട്ടവും അടുത്തടുത്തുള്ള സ്പോട്ടാണ്. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എപ്പോഴും മഴ പെയ്യുമെന്ന് അറിയാത്തത് കാരണം കയ്യിലൊരു കുട ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു.
നമ്മുടെ ജീപ്പ് നിർത്തിയിട്ട് ഒരു 100 മീറ്റർ നടക്കേണ്ടതായിട്ടുണ്ട്. കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല ഒന്നാന്തരം വെള്ളമാണിത്. വാട്ടർഫോൾ ആയിട്ട് രൂപം പ്രാപിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നന്നായിട്ട് വെള്ളം ഉള്ളത് കാരണം അവിടെ വന്നപ്പോൾ ഉള്ള ഒരു വൈബ് നല്ല രസമായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിന്റെ ശരിക്കുള്ള ഒരു വ്യൂ കാണിച്ചു തരാവേ. നല്ല ഭംഗിയാട്ടോ. മാക്സിമം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വാഗമണ്ണ് വരുമ്പോൾ ഈ സ്പോട്ട് ഒന്നും മിസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെയാണ് ഒഴുകുന്നത്. വാട്ടർഫോളിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അത്രയും വലിയൊരു വാട്ടർഫോൾ അല്ല, എന്നിരുന്നാലും നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം കുറഞ്ഞ സമയത്തൊക്കെ ആളുകൾ ഇതിൻ്റെ കുറച്ച് താഴത്തേക്കൊക്കെ ആയിട്ട് കുളിക്കാനൊക്കെ ഇറങ്ങുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ മാക്സിമം മഴക്കാലത്ത് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇന്ത്യൻ ജൈന്റ് സ്ക്വിറൽ എന്നറിയപ്പെടുന്ന മലയണ്ണാനെയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെയും. വെള്ളച്ചാട്ടത്തിന്റെ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്ന ഇതാണ് വെള്ളാരം ചിറ്റ ടണൽ. കപ്പക്കാനം ടണൽ എന്നും ഇതിനെ പറയാറുണ്ട്. പണ്ട് കാലത്ത് ഇടുക്കി കുളമാവ് ഡാമിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ടണൽ നിർമ്മിച്ചത്. ഇതിന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട്. വെള്ളം ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റും. ഒരു 100 മീറ്ററോളം നമുക്ക് ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് നടക്കാനും പറ്റും. പക്ഷേ വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ടണലിൻ്റെ ഉള്ളിൽ വെളിച്ചക്കുറവും ഓക്സിജൻ്റെ അവൈലബിലിറ്റിയും ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് ഏത് സമയമാണെങ്കിലും ഉള്ളിലേക്ക് പോകാണ്ട് പുറത്തു നിന്ന് ഇതിൻ്റെ ഭംഗി കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത്. വെള്ളച്ചാട്ടത്തിലെയും നമ്മുടെ ടണലിലെയും വെള്ളം ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ ആ ഡാമിലേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഒരിക്കലും മിസ് ചെയ്യരുത് വാഗമണ്ണിൽ വന്നാൽ. അങ്ങനെ നമ്മുടെ ജീപ്പ് സഫാരിയുടെ 3ാമത്തെയും 4ാമത്തെയും സ്പോട്ട് മനസ്സ് നിറച്ച് കണ്ട് ആസ്വദിച്ച ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത്. അങ്ങനെ നമ്മുടെ 5ാമത്തേതും അവസാനത്തേതുമായ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നല്ല കോട ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് 1:30 മണിക്കുള്ള ഒരു ക്ലൈമറ്റ് ആണ്. ഈ നമ്മുടെ വാഗമണ്ണിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്, ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ നോക്കി നിൽക്കെ മഴ പെയ്യുന്നു, മൂടൽമഞ്ഞ് വരുന്നുണ്ട്, കുറച്ച് വെയിൽ വരുന്നുണ്ട്. അതാണ് ആ ഒരു ക്ലൈമറ്റിലുള്ള ചേഞ്ച്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാഗമണ്ണിലെ പ്രസിദ്ധമായ സൂയിസൈഡ് പോയിന്റ് കാണാനാണ്. പക്ഷെ നമ്മുടെ ഡ്രൈവറായിട്ട് ഓൾറെഡി പറഞ്ഞു, ഈ മൂടൽ മഞ്ഞ് കണ്ടപ്പോഴേ ആൾക്കറിയാം എന്താണ് നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സൂയിസൈഡ് പോയിന്റിലെ വ്യൂസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞത് ശരിയായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഫുൾ മൂടൽ മഞ്ഞാണ്. അവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്ന് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചിട്ട്. ആ ഒരു കണ്ണെത്താത്ത ദൂരത്ത് ഇങ്ങനെ ഫുൾ ഇങ്ങനെ മൂടൽ മഞ്ഞ്, എന്ത് രസമായിരുന്നു ആ ഒരു കാഴ്ച. രസകരമായിട്ടുള്ള ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കാറും എടുത്ത് ഞങ്ങൾ ഇങ്ങനെ യാത്ര തിരിച്ചു വീണ്ടും. അപ്പോഴും വഴിയിലൊക്കെ നല്ല കോടയാണ്, അതുകൊണ്ട് തന്നെ വളരെ സ്ലോയിലി ഡ്രൈവ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. കൂടാതെ ഫോഗ് ലാമ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വണ്ടികൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് ഓടിച്ചു വന്നത്. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ഓർത്തത്. വാഗമണ്ണിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടീ ബ്രാൻഡാണ് മാസ്കോ എന്ന് പറയുന്നത്. അവരുടെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ പോയിട്ട് കുറച്ച് ചായപ്പൊടിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി നമ്മൾ ഊട്ടിയിലൊക്കെ പോയപ്പോഴത്തേക്കും ടീ ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ ഔട്ട്ലെറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിങ്ങനെ തിരിച്ചു പോന്നു. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, കേശുട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചായിരുന്നു ഞങ്ങൾ വാഗമണ്ണിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
മോണ്ടിക്കൽ ഗ്ലാംസിലെ നമ്മുടെ സ്റ്റേ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു, അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സ്റ്റേയും അടിപൊളിയായിരുന്നു. കൂടാതെ നമ്മൾ വാഗമണ്ണിൽ വിസിറ്റ് ചെയ്ത എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും ഒരുപാട് സ്പോട്ടുകൾ നമ്മൾ വാഗമണ്ണിൽ വിസിറ്റ് ചെയ്യാനുണ്ട്. തൽക്കാലം ടൈം കൺസ്ട്രെയിൻ കാരണം ഇത്രയും സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ മടങ്ങുവാണ്. ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഓരോ ടൂറിസ്റ്റ് സ്പോട്ട് വിസിറ്റ് ചെയ്യുന്നതിലുപരി നമ്മൾ വാഗമണ്ണിൻ്റെ ഒരു ക്ലൈമറ്റും ആ ഗ്രീനറിയും നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ വാഗമണ്ണിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് റീഫ്രഷ് ആവും. അതുകൊണ്ട് ഇത് കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഒത്തിരി സമയമോ ഒത്തിരി പൈസയോ ഒന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പ് വരാവുന്നതാണ്. എല്ലാവരും കഴിയുന്ന പോലെ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വാഗമണ്ണ് വിസിറ്റ് ചെയ്യണം. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ വാഗമൺ എന്ന് പറയുന്നത്. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.